ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഓർക്കാപ്പുളി ഈത്തപ്പഴ അച്ചാറാണ് കേട്ടോ. വേഗം ഉണ്ടാക്കിക്കോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുക. പച്ചമുളക് ഞാൻ നല്ല നാടൻ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കരിവേപ്പിൻ്റെ ഇല, ഇത് മൂന്നും നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാറും പൊടി. മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം ഓൾറെഡി നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഓർക്കാപ്പുളി ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളത് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറണം, മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓർക്കാപ്പുളി ഇട്ട് കൊടുക്കാം. ഓർക്കാപ്പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്താണേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല കറക്റ്റ് ഉപ്പാണോ എന്ന് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കണം. തോനൊന്നും വേണ്ട, ഒരു നമ്മളെ കയ്യിലുള്ളത് എത്രയാണോ, ഒരു 10 or 12 അത്ര എണ്ണം മാത്രം മതി. കാരണം നല്ല ടേസ്റ്റാണ്. ഓർക്കാപ്പുള്ളിയുടെ കൂടെ ആ മധുരം കൂടെ വരുമ്പം കീട്ടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കുരു കളഞ്ഞ ഈത്തപ്പഴം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത്തിരി സുർക്ക ഒഴിച്ച് കൊടുക്കണം. സുർക്കയിലാണ് ഇത് കിടന്ന് വേവേണ്ടത്. അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും പുളിയും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് പാകത്തിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൂടി വയ്ക്കൊന്നും വേണ്ട.